ഇന്നത്തെ ശുഭചിന്തയിലേക്ക് എവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു വ്യവസായി ഒരു വിരുന്നൊരുക്കി നാട്ടുകാരെ എല്ലാം ക്ഷണിച്ചു വരുത്തി. വിരുന്നിനെത്തിയവർക്ക് എന്തിനു വേണ്ടിയാണ് ഇതെന്ന് മനസ്സിലായില്ല. ഒടുവിൽ ഒരാൾ വ്യവസായിയോട് അക്കാര്യം ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇന്നലെ രാത്രി എൻ്റെ കാറ് അപകടത്തിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായി. എല്ലാവർക്കും അത്ഭുതമായി. ലക്ഷങ്ങൾ വിലയുള്ള കാർ തകർന്നതിന് ആരെങ്കിലും വിരുന്നൊരുക്കുമോ? വ്യവസായി തുടർന്നു, കാർ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ല, മറിച്ച് ആ കാർ ഓടിച്ചിരുന്ന ഞാൻ പരുക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നതിലാണ് ഈ വിരുന്ന് ഒരുക്കിയതെന്ന്. എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം? രണ്ട് സാഹചര്യങ്ങൾക്കിടയിലെ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിൻ്റെ ഭാവം തീരുമാനിക്കുന്നത്. ഒന്നുകിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കാം, പലരും ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കൂട്ടുപിടിച്ച് സന്തോഷത്തോടെ യാത്ര തുടരാം. അതല്ലേ നല്ലത്? എല്ലാ നിരാശകൾക്കിടയിലും സാധ്യതകളുടെ ചെറു കണികകൾ അവശേഷിക്കുന്നുണ്ടാകും. അത് കാണാതിരിക്കാൻ മാത്രം കണ്ണിലെ വെളിച്ചം നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി. മുറിഞ്ഞു മാറ്റപ്പെടുന്ന മരത്തിൻ്റെ വേരിൽ നിന്ന് പോലും പുതുനാമ്പുകൾ മുളയ്ക്കാറില്ലേ? അതിൽ ഫലങ്ങളും ഉണ്ടാകാറില്ലേ? നേരിയ ഒരു ശ്വാസമെങ്കിലും ശേഷിക്കുന്നെങ്കിൽ അത് പ്രതികരണത്തിനും പ്രതിപ്രവർത്തനത്തിനുമുള്ള ലൈസൻസാണെന്ന് നാം മനസ്സിലാക്കണം. വെട്ടിയൊരുക്കുന്ന ചെടികൾ പറയുന്നത് ചില്ലകൾ അറുത്തു എന്ന കഥനകഥയല്ല, പുതുരൂപത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും സാധ്യതകളെക്കുറിച്ചാണ്. എന്നും ഒരേ കാലം ആർക്കും നീണ്ടു നിൽക്കുകയില്ല. നല്ല കാലമായാലും കഷ്ടകാലമായാലും രണ്ടും മാറി മാറി വരുന്നതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെയാണ് ഇത് സംഭവിക്കുന്നതും. നാം എങ്ങനെ അതിനെ നോക്കിക്കാണുന്നുവോ എന്നതിനനുസരിച്ചാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. എല്ലാറ്റിനെയും ഒരുപോലെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. ചിലതിനെ അഭിമുഖീകരിക്കുകയും ചിലതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ എല്ലാ കാലവും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഹെലൻ കെല്ലർ പറയുന്നു, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ ആനന്ദവും ഏത് കഷ്ടപ്പാടിലും പൊരുതി ജയിക്കുവാൻ കഴിവുള്ള അജയ്യ ശക്തിയായി തീരുമെന്ന്. ഇതല്ലേ വാസ്തവം? നമുക്കും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷചിത്തരായി ജീവിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് അവസാനിപ്പിക്കാം.